ഹല്ലേലൂയ. വചനം പറയുന്ന ഒരു കാര്യമുണ്ട്, മറിയയോട് ദൂതൻ പറയുന്ന ഒരു കാര്യമുണ്ട്, വിശുദ്ധ പ്രജ ഉത്ഭവിക്കും. ഹല്ലേലൂയ. വിശുദ്ധ പ്രജ, അത് ഒന്നല്ല രണ്ടല്ല, നീ 12 പേരെ മെനഞ്ഞെടുക്കുമ്പോൾ അതിൽ നിന്ന് 12,000 പേരെ അവർ മെനഞ്ഞെടുക്കും. ഹല്ലേലൂയ. കാരണം കർത്താവിനറിയാം, ഞാൻ നടന്നു കയറുന്ന ഇവരാരും ചെറുതല്ല. ഹല്ലേലൂയ. 2 കർത്താവ് തേടിപ്പോയത് ലെഗ്യോന്റെ അടുത്തായിരുന്നു. ഹല്ലേലൂയ. കർത്താവിന് ലെഗ്യോനെ പറ്റി അറിയാം. ഞാൻ ഇവരെ ഒന്ന് രക്ഷപ്പെടുത്തിയാൽ ഞാൻ പെടുത്തുന്നത് ഒരാളെ അല്ല, ഞാൻ വീണ്ടെടുക്കുന്നത് ഒരാളെ അല്ല, ഒരു കൂട്ടം ദേശത്തെ, ഒരു വലിയ അന്ധകാര മണ്ഡലത്തെയാണ് ഞാൻ തകർക്കാൻ പോകുന്നതെന്ന് ദൈവത്തിന് നല്ല ഉദ്ദേശമുണ്ടായിരുന്നു. കർത്താവ് അങ്ങനെ വെറുതെ ആരുടെ അടുക്കളേക്കും നടന്നു കയറത്തില്ല. അങ്ങനെയെങ്കിൽ ഇതാ വെറും നമ്മുടെ കണ്ണിൽ വെറും സ്ത്രീ എന്ന് കാണുന്ന ഒരു സ്ത്രീയുടെ അടുത്തേക്ക് കർത്താവ് നടന്നു കയറുക. വേറെ ആരുമല്ല, നമ്മൾ കഴിഞ്ഞ ആഴ്ച കേട്ട ശമരിയ സ്ത്രീ. ഹല്ലേലൂയ. നമ്മൾ വളരെ ലാഘവത്തോടെ അവരുടെ കഥ പറഞ്ഞ് അവസാനിപ്പിക്കുമ്പോൾ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്. ശമരിയ സ്ത്രീ അവൾ സാധാരണയല്ല. ശീമോനെ പത്രോസാക്കിയ ദൈവമുണ്ടായിരുന്നു. അതേപോലെ കർത്താവിന് അറിയാം, അവനിൽ നിന്ന് 12,000 പേരെ ഉത്ഭവിക്കാൻ പറ്റുമെങ്കിൽ ഈ ശമരിയ സ്ത്രീയിൽ നിന്നും ഒരു പട്ടണത്തെ മുഴുവൻ എനിക്ക് വീണ്ടെടുക്കാൻ പറ്റുമെന്നുള്ള ഒരു ഉറപ്പിലാണ് ദൈവം ശമരിയ പട്ടണത്തിൽ നടന്നു കയറുന്നത്. ഹല്ലേലൂയ. ഇന്ന് ഞാൻ നിങ്ങളോടൊരു കാര്യം പറയട്ടെ. നിന്റെ തലമേൽ ഈ അഭിഷേകം വീണിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ലോ, നിന്നെ ഒറ്റയ്ക്ക് നേടുവാനല്ല ദൈവം വിചാരിച്ചിരിക്കുന്നത്, നിന്റെ ദേശത്തെ മുഴുവനായിട്ട്. ഹല്ലേലൂയ. നിന്റെ ദേശത്തെ മുഴുവനായിട്ട്. നീ ചിന്തിക്കുന്നുണ്ടോ, ഞാൻ ദൈവത്തിലായിട്ടും എൻ്റെ ദേശം എന്തുകൊണ്ട് ദൈവത്തിലായില്ല എന്ന്? എങ്കിൽ ഇന്ന് എനിക്ക് പറയാനൊരു കാര്യമുണ്ട്. ദൈവം തൊട്ടത് നിന്നെ മാത്രമാ, പക്ഷെ ദൈവത്തിന് അറിയാം, നിന്നെ തൊട്ട് കഴിഞ്ഞാൽ നീ വെറുതെ ഇരിക്കത്തില്ല, നിനക്ക് വെറുതെ ഇരിക്കാൻ പറ്റത്തില്ല. കാരണം എന്താണെന്നറിയോ, ഒരു അഭിഷേകമുള്ള മോശയ്ക്ക് 3 മാസമേ അടങ്ങിയിരിക്കാൻ പറ്റുള്ളൂ. അങ്ങനെയെങ്കിൽ ഇന്ന് ഞാൻ പറയുന്ന ദൈവത്തിന് അറിയാവുന്നൊരു കാര്യമാണ്, നീ അടങ്ങിയിരിക്കത്തില്ല, നിന്റെ ദേശം വിടുവിക്കപ്പെടും. ഹല്ലേലൂയ. നിന്റെ ദേശം വിടുവിക്കപ്പെടുമെന്ന് കർത്താവിന് നന്നായിട്ട് അറിയാമായിരുന്നു. കർത്താവ് ശമരിയ സ്ത്രീയുടെ അടുത്തേക്ക് നടന്നു കയറിയതും ഇതേ ഉദ്ദേശത്തോടു കൂടെ തന്നെയായിരുന്നു. ഹല്ലേലൂയ. നമുക്ക് വായിക്കാം. യോഹന്നാൻ 4:1. യേശു യോഹന്നാനേക്കാൾ അധികം ശിഷ്യന്മാരെ ചേർത്തു സ്നാനം കഴിപ്പിക്കുന്നു എന്ന് പരീശന്മാർ കേട്ടു എന്ന് കർത്താവ് അറിഞ്ഞപ്പോൾ ശിഷ്യന്മാർ അല്ലാതെ യേശു തന്നെ സ്നാനം കഴിപ്പിച്ചില്ലതാനും അവൻ യഹൂദ്യ ദേശം വിട്ടു. പിന്നെയും ഗലീലയ്ക്ക് യാത്രയായി അവൻ ശമരിയയിൽ കൂടി കടന്നു പോകേണ്ടി വന്നു. ഹല്ലേലൂയ. 1-ാമത്തെ വാക്കിതാണ്, കടന്നു പോകേണ്ടി വന്നു. അവൻ പോയതല്ല, അവന് പോകേണ്ടി വന്നതാ. ഹല്ലേലൂയ. അവൻ പോയതല്ല, അവന് പോകേണ്ടി വന്നതാ. എന്താ ഇവിടെ സംഭവിക്കുന്നതെന്നറിയോ? കർത്താവിൻ്റെ ഷെഡ്യൂളിൽ ഞാൻ വിശ്വസിക്കുന്ന ഒരു കാര്യമുണ്ട്. കർത്താവ് രാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെ കർത്താവ് ചിന്തിക്കും, ഒരു പ്ലാനിങ് ഒക്കെ തയ്യാറാക്കുമായിരിക്കും. എനിക്ക് ഇന്ന സ്ഥലങ്ങളിൽ പോകണം എന്നൊരു നല്ല ബോധ്യം കർത്താവിന് കാണും. അപ്പോൾ കർത്താവ് അന്ന് ചിന്തിക്കുന്നില്ല, ശമരിയയിലേക്ക് എനിക്ക് പോകണം എന്നൊരു ചിന്ത കർത്താവിനില്ല. പക്ഷെ അവന് പോകേണ്ടി വന്നു. കാരണം എന്താണെന്നറിയോ? അതിൻ്റെ അകത്തൊരു ജനതയുണ്ട്. ഹല്ലേലൂയ. മറ്റുള്ളവർ കാണുമ്പോൾ ആ ജനത അശുദ്ധരായിരിക്കും, പക്ഷെ അവരെ നേടേണ്ടത് കർത്താവിൻ്റെ ഉദ്ദേശമായിരുന്നു. ഹല്ലേലൂയ. ഇന്ന് അന്ന് പകൽക്കാലം ഇവിടെ പറയുന്ന ഒരു കാര്യമാണ്, എന്താണ്? അവൻ യഹൂദ്യ ദേശം വിട്ടു ഗലീലയ്ക്ക് യാത്രയായി. അന്നിവിടെ പറഞ്ഞതുപോലെ തന്നെ യഹൂദരും ശമര്യക്കാരും തമ്മിൽ ഒരു സമ്പർക്കവും ഇല്ല. ഹല്ലേലൂയ. അതുകൊണ്ട് തന്നെ യഹൂദക്കാർക്ക് യഹൂദ്യ ദേശം വിട്ട് ഗലീലയ്ക്ക് പോകണമെങ്കിൽ അവരൊരിക്കലും ഈ ശമര്യ ദേശം വഴി പോകത്തില്ല. ഹല്ലേലൂയ. കാരണം ശമര്യ ദേശം അവരൊരു അശുദ്ധരായിട്ടാണ് അവർ കണക്കാക്കുന്നത്. ഹല്ലേലൂയ. ജാതികളായിട്ട് അത്ര അവർ കണക്കാക്കുന്നത്. അതുകൊണ്ട് തന്നെ അവർ ഒരിക്കലും ഈ ശമര്യ ദേശം വഴി അവരൊരിക്കലും ഗലീലയിലേക്ക് പോകത്തില്ല. ഹല്ലേലൂയ. പക്ഷേ കർത്താവ് ഈ ശമര്യ ദേശം തിരഞ്ഞെടുക്കുകയാണ്. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം എനിക്കൊരു കാര്യം പറയാനുണ്ട്. യഹൂദനായ ഒരുവൻ അവന് പോകാൻ കഴിയാത്ത ഇടത്തേക്ക് അവൻ നടന്നു കയറുകയാണ്. അവൻ്റെ ചുറ്റുമുള്ള ആൾക്കാർ അവനോട് എന്തു പറയും? ശറബന തിരബന. അവന് ചുറ്റുമുള്ള ആൾക്കാർ അവനറിയാം നന്നായിട്ട്. യേശു ശമര്യ ദേശത്തിലോട്ട് കയറുമ്പോഴും കർത്താവിന് അറിയാം, ഇതിനകത്ത് വരുവാൻ എനിക്ക് അനുവാദമില്ല, ഇതുവഴി പോകുവാൻ എനിക്ക് യഹൂദനായിരിക്കുന്ന എനിക്ക് അനുവാദമില്ല, മനുഷ്യനായിരുന്നു കൊണ്ട് എനിക്ക് പോകുവാൻ അനുവാദമില്ല. പക്ഷെ എങ്കിലും അവൻ്റെ ഡയറക്ഷനെ ദൈവം തിരിച്ച് ശമര്യയിലേക്ക് വിടുക. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം ഇവിടെ ഇരിക്കുന്ന ആരുടെയെങ്കിലും ഡയറക്ഷൻ, ദിശ തിരിഞ്ഞു എന്ന്
എന്ന് തോന്നുന്നുണ്ടെങ്കിൽ നീ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇന്നലെ നീ ആരായിരുന്നു എന്ന് എനിക്ക് അറിയത്തില്ല, പക്ഷെ നാളെ മുതൽ നിന്റെ ജീവിതത്തിൽ ഒരു അത്ഭുതം നടക്കും. ഹല്ലേലൂയ. യോനയുടെ ജീവിതത്തിൽ കർത്താവ് ദിശ തിരിച്ചുവിട്ടു. എന്തുകൊണ്ടാണ് യോനയുടെ ജീവിതത്തിൽ ദൈവം ദിശ തിരിച്ചെന്നറിയോ? ഒരു ദേശത്ത് ആ യോന ആഗ്രഹിച്ചില്ലെങ്കിൽ പോലും ദൈവത്തിനു വേണ്ടി കൊതിയോടെ കാത്തിരിക്കുന്നവർ, അവർ ദൈവത്തിനെതിരായി ചെയ്ത കാര്യങ്ങളെ പറയുമ്പോൾ അനുതപിച്ച് മടങ്ങി വരുവാൻ തക്കവണ്ണം ഹൃദയത്തിൽ ചിന്തിച്ചിരിക്കുന്ന ഒരു ജനത ഉണ്ടെന്ന് ദൈവത്തിന് അറിയാമായിരുന്നത് കൊണ്ട് യോനനെ ദൈവം അവിടെ ഇറക്കി. ഹല്ലേലൂയ. ഇന്ന് ഡയറക്ഷൻ തിരിച്ചു വിടുന്നുണ്ടെങ്കിൽ അത് വെറുതെ തിരിച്ചു വിടുന്നതല്ല. ഹല്ലേലൂയ. ഇന്നലെ വരെ അന്തരീക്ഷം വളരെ കാമായിരുന്നു, ഇന്നലെ വരെ അന്തരീക്ഷം വളരെ ക്വയറ്റായിരുന്നു. പൊടുന്നനെ പെട്ടെന്ന് ജീവിതത്തിൽ പ്രശ്നം നിന്റെ ജീവിതത്തിൽ വന്നുവോ? പെട്ടെന്ന് നീ കണ്ണടച്ച് തുറക്കുന്നതിന് മുമ്പ് നിന്റെ ജീവിതം അന്ധകാരം കൊണ്ട് മൂടിയോ? ഞാനൊരു കാര്യം പറയാം, കാർമേഘം നിന്നെ വന്ന് മൂടിയാലും, സൂര്യൻ കണ്ണടച്ചാലും, ഭൂമി ഇരുണ്ടുപോയപ്പോഴും സാത്താൻ ചിന്തിച്ചൊരു കാര്യമുണ്ട്. എന്താണെന്നറിയോ? ഞാൻ ജയിച്ചു. പക്ഷെ ഇല്ല, തിരശ്ശീല രണ്ടായി കീറിയ നിമിഷം സാത്താന് മനസ്സിലായി ഇതെൻ്റെ അന്ത്യമാണ്. ഹല്ലേലൂയ. സൂര്യൻ കണ്ണടയ്ക്കുമ്പോൾ, അന്ധകാരം വന്ന് ചുറ്റും മൂടുമ്പോൾ സാത്താൻ വിചാരിക്കും ഇതെൻ്റെ തുടക്കമാണ്. പക്ഷെ വെളിപ്പാടുള്ള ഒരു തലമുറ എഴുന്നേറ്റ് നിന്ന് പറയും, നോ നോ നോ, ഇതെൻ്റെ അവസാനമല്ല, ഇതെൻ്റെ ആരംഭമാ. സൂര്യൻ കണ്ണടച്ചോട്ടെ, ഈ സൂര്യൻ എനിക്ക് വെളിച്ചം തരണ്ട. എന്താണെന്നറിയോ? നീതി സൂര്യനാണ് എൻ്റെ ഉള്ളിലിരിക്കുന്നത്. നീതി സൂര്യൻ എൻ്റെ ഉള്ളിലിരിക്കുമ്പോൾ ഞാനാ വെളിച്ചം. ഈ ലോകത്തിൻ്റെ വെളിച്ചം എനിക്ക് ആവശ്യമില്ല, ലോകത്തിൻ്റെ വെളിച്ചം എനിക്ക് ആവശ്യമില്ല. കാർമേഘം വന്ന് ഇരുണ്ട് മൂടുമ്പോഴും നീ പറയണം, ഇത് മൂടിക്കോട്ടെ, ഇതെന്നെ മൂടിക്കോട്ടെ, ഞാൻ പിന്മാറത്തില്ല.